എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. എന്നാ സാൻഡ്വിച്ച് ആണെന്നറിയാവോ? ട്യൂണ സാൻഡ്വിച്ച്. കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നമ്മൾക്ക് പെട്ടെന്ന് ഓഫീസിൽ കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റുന്ന സാൻഡ്വിച്ച് ആണ്. സോ നമ്മൾക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെറ്റ്യൂസ് ഇല്ലാത്തവർക്ക് ക്യാബേജ് ആണെങ്കിൽ യൂസ് ചെയ്യാം. ഒരു രണ്ട് എതള് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ട്യൂണ, ഒരു ക്യാൻ ട്യൂണ, പിന്നെ ടൊമാറ്റോ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾക്കൊരു ഹാഫ് ടൊമാറ്റോ മതി, മൊത്തം ടൊമാറ്റോ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഹാഫ് ഒനിയൻ, പിന്നെ ഗാർലിക് ഇത് അത്യാവശ്യം വലിയ ഗാർലിക്കാണ്. സോ ഇത്രയും വലുതല്ലെങ്കിൽ ഒരു 2 ഗാർലിക് എടുക്കാം. പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ് പൊടി, പിന്നെ മയനൈസ്, പിന്നെ ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കണത്. ആദ്യം നമുക്ക് ട്യൂണ ഡ്രെയിൻ ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം. ഇതിൻ്റെ ഓയിൽ കളയാം. ഇനി നമ്മുടെ പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ്യൂസിൻ്റെ 2 ഇതൾ നമ്മൾ എടുക്കും. അതുപോലെ ഹാഫ് ആൻ ഒനിയൻ, ദെൻ ഹാഫ് എ ടൊമാറ്റോ, പിന്നെ ഈ ഫുൾ ഗാർലിക് കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്യും. ഞാൻ ചോപ്പ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. കുക്ക് ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹാഫ് സബോള, അതുപോലെ തന്നെ ഗാർലിക്, ഇത് രണ്ടുമാണ് ആദ്യം നമ്മൾ കുക്ക് ചെയ്യണത്. ഇതിപ്പം പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇത്ര എണ്ണ മതി. ഈ എണ്ണയിലേക്ക് ആദ്യം നമ്മൾ സബോള ഇട്ട് കൊടുക്കുന്നു. ഇച്ചിരി ഉപ്പ് സബോള വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പം നമ്മുടെ സബോള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. സോ സബോള വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സബോളയും അതുപോലെ തന്നെ ഗാർലിക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചേക്കണ പകുതി തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇപ്പം നമ്മുടെ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത്, അതുപോലെ തന്നെ ഇനി ആഡ് ചെയ്യേണ്ടത് പെപ്പർ പൗഡർ. ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള എരിവ് അനുസരിച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ട്യൂണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ട്യൂണ കുറച്ച് നേരം ലൈക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്യണ പോലെ വേവിച്ചെടുക്കാം. ഇപ്പം ട്യൂണയിലെ വെള്ളം എല്ലാം പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വെക്കാം. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വലിയ ഫ്ലേക്സ് അല്ലാണ്ട് അധികം പൊടിഞ്ഞു പോകാണ്ട് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞതായിട്ടുള്ളതായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ലെറ്റ്യൂസ് ആഡ് ചെയ്യും. ഇത് നമ്മൾ വേവിച്ചിട്ടില്ല, ഫ്രഷ്ലി ചോപ്ഡ് ലെറ്റ്യൂസ് ആണ് ഇതും. പിന്നെ നമ്മൾക്ക് മയോണൈസും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ലൈക്ക് മയോണൈസ് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം മയോണൈസ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൽ അപ്ലൈ ചെയ്യാം, നമ്മുടെ സാൻഡ്വിച്ച് ആക്കാം, കഴിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ട്യൂണ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.